حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അബുൽ ബഷർ മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് നമുക്കറിയാം. എന്നാൽ അബുൽ അറബികളുടെ പിതാവ് എന്ന പേരിൽ വിശ്രുതനായ നബിയാരാണ്? റബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയുപ്പയാണ്. അവരുടെ ത്യാഗനിർഭരമായ സംഭവബഹുലമായ ജീവചരിത്രത്തിലേക്ക് നമുക്കൊരു എത്തിനോട്ടം നടത്താം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഹബല്ലാഹു തആല ഖലീലഹു ഇബ്രാഹിം അലൈഹിസ്സലാം അലൽ കിബരി 13 വലദൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാർദ്ധക്യകാലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല 13 മക്കളെ നൽകി. ഇസ്മായിൽ മിൻ ഹാജർ ബീവിയിൽ നിന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. സുമ്മ ഇസ്ഹാഖ മിൻ സാറ ബീവിയിൽ നിന്ന് ഇസ്ഹാഖ് നബി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാഖ് നബി ജനിക്കുന്നത്. സുമ്മ മദിയന വ ഇഖ്വതഹുൽ ഖംസത മിൻ ഖന്ദൂറ എന്നവരിൽ നിന്ന് മദിയനും അവരുടെ 5 സഹോദരന്മാരും. സുമ്മ ഖംസത മിൻ ഹജൂൻ എന്നവരിൽ നിന്ന് 5 മക്കൾ. ഇങ്ങനെ 13 മക്കളെ വാർദ്ധക്യകാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. വഅഷ്ഹറുഹും സലാസ, ഇവരിൽ പ്രസിദ്ധർ വിശ്രുതർ 3 പേരാണ്. ഇസ്മായിലു വ ഇസ്ഹാഖു വ മദിയൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബിയും മദിയനും. ഫ ഇസ്മായിലു നബിയുൻ മുർസലുൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്, മാത്രമല്ല മുർസലുമാണ്. മിൻ നസ്ലിഹി സയ്യിദുൽ വറാ വ ഖാതിമുൽ അംബിയാഇ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണ് ലോകൈക നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. വ ഇസ്ഹാഖു അലൈഹിസ്സലാം അയ്ളൻ നബിയുൻ മുർസലുൻ. ഇസ്ഹാഖ് നബിയും മുർസലാണ്. ഇസ്ഹാഖ് നബി അവരും മുർസലാണ്. മിൻ നസ്ലിഹി ജമീഉർ റുസുലി മിൻ ബഅദിഹി സിവാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ശുഐബ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശേഷമുള്ള പ്രവാചകന്മാർ മുഴുക്കയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശുഐബ് നബിയും അല്ലാത്ത ഇസ്ഹാഖ് നബിക്ക് ശേഷമുള്ള നബിമാരെല്ലാം ജനിക്കുന്നത് അത് ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ നിന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ശുഐബ് നബിയോ അമ്മാ മദിയനു ഫമിൻ നസ്ലിഹി ശുഐബു അലൈഹിസ്സലാം. മദിയൻ എന്നവരുടെ സന്താന പരമ്പരയിലാണ്, അവരുടെ ശൃംഖലയിലാണ് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. വ അക്ബറു ഔലാദി ഇബ്രാഹിമ വ അജല്ലുഹും ഹുവ ഇസ്മായിലു ജദ്ദുൽ മുസ്തഫ അലൈഹിം സ്വലാത്തു വസ്സലാം. വ അക്ബറു ഔലാദി ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ മക്കളിൽ ഏറ്റവും വലിയവർ. വ അജല്ലുഹും, അവരിൽ ഏറ്റവും മഹത്വമുള്ളവർ, ഗണനീയർ, സ്ഥാനമുള്ളവർ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവരെ മഹത്വത്തിനുള്ള കാരണം എന്താണ്? ജദ്ദുൽ മുസ്തഫ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയുപ്പയാണ് അവർ. അതാണ് അവരുടെ ആ വലിയ മഹത്വത്തിനുള്ള കാരണം, നിദാനം. ഫഹീനമാ കാന ഇസ്മാഈലു തുഫ്ലൻ റളിഅൻ ഇൻദ ഉമ്മിഹി തലഖാ ഇബ്രാഹിമു അംറൻ മിൻ റബ്ബിഹി. ഫഹീനമാ കാന ഇസ്മാഈലു തുഫ്ലൻ റളിഅൻ ഇൻദ ഉമ്മിഹി. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഉമ്മയുടെ അടുത്ത് മുലകുടിക്കുന്ന കുട്ടിയായിരിക്കെ തലഖാ ഇബ്രാഹിമു അംറൻ മിൻ റബ്ബിഹി, തൻ്റെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു കൽപ്പനയെ സ്വീകരിച്ചു. ഫഅസ്കനഹുമാ ബിവാദി മക്ക, മക്കയിലൊരു മലഞ്ചെരുവിൽ തൻ്റെ ഉമ്മയായ ഹാജർ ബീവിയെയും തന്നെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും താമസിപ്പിച്ചു. പാപ്പയായ ഇബ്രാഹിം നബിക്കുള്ള കൽപ്പന ഭാര്യയായ ഹാജർ ബീവിയെയും മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിലെ മലഞ്ചെരുവിൽ താമസിപ്പിക്കാനാണ്. അനുസരിച്ചു.
എന്താണ് മക്കയുടെ മലഞ്ചെരുവിൻ്റെ സ്ഥിതി? ഹൈസുല കല അവല മാ അവല സർ അവല വർ അവല അനീസ വല ജലീസ. അവിടെ വൃക്ഷലതാദികളില്ല, ഫലവൃക്ഷങ്ങളില്ല, സസ്യങ്ങളില്ല, പാനം ചെയ്യാൻ ജലമില്ല, കൃഷികളില്ല, പാല് കുടിക്കാൻ അകിടില്ല, ഒരു മൃഗങ്ങളുമില്ല, കൂട്ടിരിപ്പുകാരില്ല, അയൽവാസികളില്ല. അങ്ങനെയുള്ള ഊഷരമായ ഭൂമി മക്കയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഭാര്യയായ ഹാജർ റളിയല്ലാഹു അൻഹയെയും പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും താമസിപ്പിച്ചു. വലം യത്റുക ഇൻദഹുമാ ഇല്ലാ ജിറാബൻ ഫീഹി തംറുൻ വസിഖാഅൻ ഫീഹി മാഉൻ. അവരുടെ അടുത്ത് ഇബ്രാഹിം നബി അവശേഷിപ്പിച്ചത് അല്പം കാരക്കയുള്ള ഈത്തപ്പഴമുള്ള ഒരു തോൽപാത്രം, അല്പം ജലമുള്ള ഒരു ജലപാത്രം മാത്രം അതേ അദ്ദേഹത്തിന് അവർക്ക് നൽകാനായുള്ളൂ. വആദ ഇബ്രാഹിമു അദ്റാജഹു മിൻ ഹൈസു അതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന വഴിയേ മടങ്ങി. ഹത്താ ഇദാ വസല ഫെനിയത്തു കദാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫെനിയത്തു കദാ, മക്കയുടെ മേൽഭാഗത്തുള്ള സ്ഥല. അവിടെ എത്തിച്ചേർന്നപ്പോൾ, അവിടെ എത്തിയപ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കരമുയർത്തിയിട്ടൊരു ദുആ നടത്തി. ദഅല്ലാഹ മുസ്തഖ്ബിലൽ ബൈത്ത്, കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തി, അർത്ഥവത്തായ പ്രാർത്ഥന. റബ്ബനാ, ഞങ്ങളെ റബ്ബേ, ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി, എൻ്റെ ദുരിയത്തിൽ നിന്ന്, സന്താന പരമ്പരയിൽ നിന്ന് ഉള്ളവരെ ഞാനിവിടെ താമസിപ്പിച്ചു. വിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പവിത്രമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട നിന്റെ കഅബ ഷരീഫിൻ്റെ പക്കൽ വൃക്ഷലതാദികളില്ലാത്ത ഈ ഊശ്വര ഭൂമിയിൽ എൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ളവരെ ഞാൻ താമസിപ്പിക്കുന്നു. റബ്ബന, ഞങ്ങളെ റബ്ബേ, ലിയുഖീമുസ് സ്വലാത്ത, അവർ നിസ്കാരം നിലനിർത്താനാണ്. ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, ജനപദങ്ങളെ, ജനമനങ്ങളെ ഇവരിലേക്ക് ആകർഷിപ്പിക്കണേ, ഇവരിലേക്ക് വന്നണയിപ്പിക്കണേ. വർസുഖുഹും മിനസ് സമറാത്തി, വൃക്ഷലതാദികൾ, ഫലവൃക്ഷങ്ങൾ ഇവർക്ക് നൽകണേ, ഫലങ്ങൾ നൽകണേ. ലഅല്ലഹും യഷ്കുറൂൻ, ഇവർ നന്ദിയുള്ളവരായേക്കാം എന്നൊരു അർത്ഥവത്തായ ഫലവത്തായ പ്രാർത്ഥന തൻ്റെ ഭാര്യയ്ക്കും മകനും വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ട് വന്ന വഴിയേ മടങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ്. റളിയത്തു ഹാജറു ബി അംരില്ലാഹി വവസിഖത്തു ലിദാലിക ബിഇനായത്തില്ലാ. ഹാജർ ബിബി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് തൃപ്തിപ്പെട്ടു. അവർക്ക് ഉറപ്പായി അള്ളാഹു തങ്ങെ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഈ കൽപ്പന അവർക്കുണ്ടല്ലോ, അതുകൊണ്ട് അവർ മനസ്സാ ഉറപ്പിച്ചു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, വല്ലവരും അള്ളാഹുവിൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു മതിയായവനാണ്, അള്ളാഹു പര്യാപ്തനാണ്. അവർ വിഷമിക്കേണ്ടതില്ല, വ്യസനപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നഫിദ മാഫി സഖാഇ, നഫിദ മാഫി സിഖാഇ മിനൽ മാ, ജലപാത്രത്തിലുള്ള വെള്ളം വറ്റിപ്പോയി. വഷ്തദ്ദ ബിഹിമൽ അത്ഷു, അവരിരുവർക്കും ദാഹം കഠിനമായി. ജലമില്ലാത്ത ഊശ്വര ഭൂമിയാണ്, ഒരു മൃഗം പോലുമില്ല പാല് കിട്ടാൻ, ഒരു ഫലവൃക്ഷം പോലുമില്ല കായറുത്ത് ഭക്ഷിക്കാൻ. ഇങ്ങനെയുള്ള ദുസ്സഹമായ സാഹചര്യം, അല്പം ജലം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പാത്രത്തിൽ അവർക്ക് നൽകിയത് അത് വറ്റിപ്പോയി. വജഅലൽ വലദു യതലവ്വ അലൽ അർള്, കുട്ടിയായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം മണ്ണ് കപ്പാൻ തുടങ്ങി. ദാഹാധിക്യത്താൽ, ദാഹം സഹിക്കവയ്യാതെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഷറഫാക്കപ്പെട്ട അതരം കൊണ്ട് മണ്ണ് കപ്പുകയാണ്. ഫസ്വഇദത്ത്, ഇത് കണ്ടപ്പോൾ ഫസ്വഇദത്ത്, ഹാജർ ബീവി കയറി അല സ്വഫ സുമ്മ അലൽ മർവ മിറാറൻ, പലയാവർത്തി സ്വഫാ പർവ്വതത്തിൻ്റെ മേലിലും മർവ കുന്നിൻ്റെ മേലിലും ഒന്ന് അങ്ങോട്ടോടും, അവിടെ വെള്ളമില്ല, അപ്പോൾ ഇങ്ങോട്ടോടും, അങ്ങോട്ടും ഇങ്ങോട്ടും ജലമന്വേഷിച്ച് ബഹുമാനപ്പെട്ട മഹദിയായ ഹാജർ ബീവി ഓടി കിതച്ചുകൊണ്ടേയിരുന്നു. സഫാ മർവ കുന്നുകൾക്കിടയിൽ 7 പ്രാവശ്യം ഹാജർ റളിയല്ലാഹു അൻഹ ഓടിക്കൊണ്ടിരുന്നു. അത്രമാത്രം ജലമില്ലാത്ത അവസ്ഥ. ഹിയ ഫി സാബിഅത്തി അലൽ മർവത്തി, 7ാം പ്രാവശ്യം മർവ കുന്നിലായിരിക്കെ ഇത് സമിഅത്ത് സൗത്തൻ, അന്നേരത്ത്
ഹാജർ റളിയല്ലാഹു അൻഹ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫഇദാ ഹിയ ബിമലകിൻ യബ്ഹസു ഫിൽ അർളി ബിഅഖിബൈഹി ഔ ജനാഹിഹി. ഒരു മലക്ക് തൻ്റെ ചിറക് കൊണ്ട്, തൻ്റെ അല്ലെങ്കിൽ തൻ്റെ മടമ്പ് കൊണ്ട് ജലമന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, വെള്ളം കുഴിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെ? ഇൻദ അഖ്ദാമി ഹാദ തിഫ്ലിൽ മുബാറക്. ബറക്കത്താക്കപ്പെട്ട ആ കുട്ടിയുടെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലിൻ്റെ പരിസരത്ത് ഒരു മലക്ക് ജലം കുഴിച്ചു കൊണ്ടിരിക്കുന്നു. ഫഇദൽ മാഉ യഫൂർ. ജലം സമൃദ്ധിയായി ഉറവ കൊട്ടി നിർഗളിച്ചു. ഫദാലിക ഹുവ സംസം. അതാണ് സംസം. ഏത് സംസം? മാഉർ റഹ്മത്തി വൽ ബറക. കാരുണ്യത്തിന്റെ തീർത്ഥജലം. വൽ ബറകത്തി. അഭിവൃദ്ധിയുടെ ജലം. മാഉൻ ഫീഹി ശറാബ്. ദാഹശമനമുള്ള വെള്ളമായ സംസം. വതുആമുൻ വശിഫാ. മാഉൻ ഫീഹി ശറാബുൻ വതുആമുൻ വശിഫാ. പാനം ചെയ്യാനുള്ള ദാഹജലമായി അത് ഉപയോഗിക്കാം, ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനം ആ വെള്ളത്തിലുണ്ട്. ഫീഹി ശിഫാഉൽ ലിന്നാസ്. ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്താവശ്യത്തിന് വേണ്ടിയാണോ സംസം വെള്ളം പാനം ചെയ്യുന്നത് അത് അതിനുപയുക്തമാണ്, ഉപയോഗിക്കപ്പെടാവുന്നതാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ സംസം വെള്ളം ബഹുമാനപ്പെട്ട റബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച ഭൂമിയിൽ നിന്നും ഉറവ കൊണ്ടു. സംസമിൻ്റെ ചരിത്രം ഇതാണ്. അഖ്ബല അഹ്ലു ബൈത്തിൻ മിൻ ജുർഹും. ജുർഹും ഗോത്രക്കാരായൊരു വീട്ടുകാര് ഇവരുടെ ആ സ്ഥലത്തേക്ക് വന്നു. അവർ സഞ്ചരിക്കുകയാണ്. ജുർഹും ഗോത്രക്കാര് ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഫറഊ ബിവാദി മക്കത മാഅൻ. ഈ മക്ക താഴ്വരയിൽ മലഞ്ചെരുവിൽ അവർ വെള്ളം കാണുകയാണ്. ഫസ്തഅ്ദനു സ്വാഹിബത ഹാദൽ മാ. ഈ വെള്ളത്തിൻ്റെ ഉടമസ്ഥരായ ഹാജർ ബിവിയോട് അവർ സമ്മതമാരാകുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാൽ തരക്കേടില്ല. വഅഖാമു ബിമക്കത ബിജിബാരിഹാ. ബഹുമാനപ്പെട്ട ഹാജർ ബീവിയുടെ അടുത്ത്, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുത്ത് അവരവിടെ താമസിക്കുകയാണ്. ഹാജർ ബീവി അവരവിടെ താമസിപ്പിക്കുകയാണ്. സുമ്മ വസലത്ത് ബിഹിം ബുയൂത്തുൻ ഉഖ്റാ മിൻ ജുർഹും. ജുർഹും ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു വീട്ടുകാരുകൂടി, കുടുംബവും കൂടി അങ്ങോട്ട് വരികയാണ്. ഫസ്തഅനസത്ത് ബിഹിം ഹാജറു. ഹാജർ ബീവി ഇവരം കൊണ്ട് നേരം പോക്കായി. അവർക്ക് അയൽവാസികളുണ്ടായി, അവർക്ക് ജലീസ് ഉണ്ടായി, കൂട്ടിരിപ്പുകാരുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണ് ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഅവീ ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. ഇവർക്ക് നേരം പോക്കുണ്ടാക്കുന്ന ജനപദങ്ങളെ ഇവരിലേക്ക് അടുപ്പിക്കണേ, ഇവർക്ക് വൃക്ഷങ്ങൾ നൽകണേ, അതിനാവശ്യമായ സമൃദ്ധമായ ജലം. നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് ഉറവ നിർഗളിക്കുകയാണ്, ഉറവയെടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സാർത്ഥമായ പ്രാർത്ഥനയുടെ ഫലം. അങ്ങനെ ജുർഹും ഗോത്രക്കാർ അവിടെ വന്ന് താമസിച്ചു. വശബ്ബ ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം യുവാവായി. വത്തസല ബിൽ ജുർഹും, ജുർഹും ഗോത്രക്കാരോട് അദ്ദേഹം ചേർന്നു. ഫതഅല്ലമൽ അറബിയ്യത മിൻഹും. ജുർഹും ഗോത്രക്കാരിൽ നിന്ന് അറബി ഭാഷയെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കരസ്ഥമാക്കി പഠിച്ചെടുത്തു. ഫഹുവ അബുൽ അറബിൽ മുസ്തഅരിബ. ഇതാണ് അറബികളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം. അബുൽ അറബ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. وكان إبراهيم يتردد إلى أهله بوادي مكة حينا بعد حين. പല വേളകളിലായി, ഇടവേളകളിലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കുടുംബത്തിലേക്ക്, ഹാജർ ബീബിയിലേക്ക്, മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് വന്ന് മടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു. ഫലമ്മാ നശഅ ഇസ്മായിൽ വബലഗ മഅഹു സഅയ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു, പിതാവിനോടൊത്ത് അധ്വാനിക്കേണ്ട പ്രായം പ്രാപിച്ചപ്പോൾ അമറഹുല്ലാഹു ബിദ്ബിഹിൽ ബിക്രിൽ വഹീദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദ്യ മകൻ, ഏക മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ കൽപ്പിച്ചു. ഫലമ്മാ സിലമ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൽപ്പന അംഗീകരിച്ചു, വഴിപ്പെട്ടു, സ്വീകരിച്ചു. വതല്ലഹു ലിൽ ജബീനി നാദാഹു അല്ലാഹു അൻ സദ്ദഖ്ത റുഇയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ ചെന്നിയുടെ മേൽ ചെരിച്ചു കിടത്തി അറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടാകുകയാണ്. ഖദ് സദ്ദഖ്ത റുഇയ, സ്വപ്നം കാണിച്ചു തന്ന കാര്യത്തെ അങ്ങ് വാസ്തവീകരിച്ചിട്ടുണ്ട്, സത്യവൽക്കരിച്ചിട്ടുണ്ട്. വഫദാഹു ബിദബ്ഹിൻ അളീം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്താക്കപ്പെട്ട പവിത്രമായ ഒരു ആടിനെ നൽകി. ഫദ്ബീഹു ഇസ്മാഈലു അലൈഹിസ്സലാം, ദബീഹുല്ലാഹ് എന്ന പേരിൽ വിശ്രുതനായത്, അറുക്കപ്പെടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്, അങ്ങനെ അറുക്കാൻ വേണ്ടി കിടത്തിയത് ഒക്കെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടില്ല, മൂർന്നിട്ടില്ല, അങ്ങനെയൊക്കെ ചരിത്രത്തിൻ്റെ അപനിർമ്മിതികൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ രൂപത്തിലുള്ള സത്യവിരുദ്ധമായ കഥകളിൽ നിന്നൊക്കെ നമ്മൾ അകലം പാലിക്കണം. അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. കമാ ദല്ല അലൈഹി ളാഹിറുൽ ഖുർആൻ, ഖുർആൻ്റെ ളാഹിർ, ഖുർആൻ്റെ പ്രകടമായി തന്നെ ഖുർആൻ ആ ഒരു വിഷയത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞത്? വസഅമത്തിൽ യഹൂദു അന്നഹു അബൂഹും ഇസ്ഹാഖ്. യഹൂദികൾ വാദിക്കുന്നുണ്ട് ദബീഹുല്ലാഹ്, അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് അവരുടെ പിതാവായി ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന്. വതൗറാത്തുഹും തുകദ്ദിബുഹും ഫീ ഹാദ തഹരീഫ്, അത് അസത്യമാണ്, നിർമ്മിതമാണ്, കെട്ടുകഥയാണ്, ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന് തൗറാത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. യഹൂദരുടെ വേദഗ്രന്ഥമായ തൗറാത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുന്നുണ്ട്. അവർ പറയുന്ന കഥ അത് ഉണ്ടാക്കി കഥയാണ്, സത്യമല്ല, അസത്യമാണ്. ഹൈതു നസ്വത് അന്ന ഇബ്രാഹിം ദബഹ ഇബ്നഹു അൽ വഹീദ്, തൗറാത്തിൽ സുവ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ കൽപ്പന കിട്ടിയത് ഇബ്നഹുൽ വഹീദ്, ദബഹ ഇബ്നഹുൽ വഹീദ്, ഇബ്രാഹിം നബിയുടെ ഏകനായ മകനെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതിന് ശേഷം 13 വർഷങ്ങൾ ജനിച്ചു കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ആര്? ഇസ്ഹാഖ് നബി ഉണ്ടാകുന്നത്. ഇസ്മായിൽ നബിയുടെ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പം ഏകനായ മകനെയാണ് എന്ന് പറയുമ്പോൾ ഒരു മകന് മാത്രമായിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അപ്പോൾ തൗറാത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. യഹൂദികൾ വാദിക്കുന്നത് പോലെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ല. وأن إسحاق ولد بعد 13 سنة من ولادة إسماعيل. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ഹാഖ് നബി ജനിക്കുന്നത്. തൗറാത്ത് പറയുന്നത് അന്ന ഇബ്രാഹിം ദബഹ ഇബ്നഹുൽ വഹീദ്, ഏകനായ മകനെയാണ് കൽപ്പിച്ചത്, അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത് എന്നാണ് ഇബ്രാഹിം നബിയോട്. അന്ന് ഒരു മകനേ ഉള്ളൂ, അതാരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. തൗറാത്തിൽ നിന്ന് തന്നെ അത് വളരെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സുമ്മ അമറഹുമാ, പിന്നെ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ബിറഫ്ഇൽ ഖവാഇദി മിനൽ ബൈത്ത്, കഅബ ശരീഫിന്റെ അടിത്തറ ഉയർത്താൻ, വതത്ഹീരിഹി ലിത്വാഇഫീന വൽ ആകിഫീന വറുക്അഇ സുജൂദ്, നിസ്കരിക്കുന്നവർക്ക്, ഭജനമിരിക്കുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി കഅബ ശരീഫിനെ വൃത്തിയാക്കാൻ, ശുദ്ധിയാക്കാൻ, വിമലീകരണ പ്രവർത്തനം നടത്താൻ. അവരിരുവരും, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയെ പുനർനിർമ്മാണം നടത്തി അവർ ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധ ഖുർആൻ ഈ ദുആ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ, ഞങ്ങളെ റബ്ബേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, ഇന്നക, തീർച്ചയായിട്ടും നീ, അൻതസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവരാണ്, ഉത്തരം നൽകുന്നവരാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും
അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബ ഷരീഫ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ദുആ ചെയ്തതാണ്. വകാന ഇസ്മാഈലു ഖദ് ബുഇസ ഇലൽ അറബ്, അറബികളിലേക്കാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയുക്തനാക്കപ്പെട്ടത്. ഹീനമാ ബലഗ മബ്ലഗൻ നുബുവ, നുബുവത്തിന്റെ പ്രായം അദ്ദേഹം എത്തിച്ചപ്പോൾ, പ്രായലബ്ധി അദ്ദേഹത്തിനുണ്ടായപ്പോൾ അറബികളിലേക്കാണ് നിയുക്തനായത്. വകാന ഖദ് തസവ്വജ ഹീനമാ ശബ്ബ ഫതാതം മിൻ ജുർഹും, ജുർഹും ഗോത്രക്കാരിയെയാണ് ആദ്യം അദ്ദേഹം വിവാഹം കഴിച്ചത്. ഫഅമറഹു അബൂഹു ബിഫിറാഖിഹാ, ഇസ്മായിൽ നബിയുടെ പിതാവായ ഇബ്രാഹിം നബി ആ ബന്ധം, ആ ഭാര്യയെ തൊലാഖ് ചെല്ലാൻ, വിട്ടുപിരിയാൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയോട് കൽപ്പിച്ചു. സുമ്മ തസവ്വജ മിൻഹും ഉഖറ, അങ്ങനെ തൊലാഖ് ചെല്ലുകയും ജുർഹും ഗോത്രക്കാരിൽപ്പെട്ട മറ്റൊരുവളെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം വേളി കഴിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു. ഫഅമറഹു ബി ഇംസാക്കിഹാ, അവളുമായിട്ട് ജീവിതം നയിക്കാൻ, ബഹുമാനപ്പെട്ട ഇംസാക്ക് ചെയ്യാൻ, അവളെ അവിടെ പിടിച്ചു വെക്കാൻ, അവളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയോട് കൽപ്പിച്ചു. ഫവലദത് ലഹു 12 വലദൻ, 12 മക്കൾ അവരിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അഷൂറുഹും നാബിത്ത്, അവരിൽ ഏറ്റവും പ്രസിദ്ധ നാബിത്ത് വ ഖൈദർ, നാബിത്ത് ഖൈദർ എന്ന 2 മക്കളാണ്. അക്രമുഹുമാ, ഇവരിൽ ഈ 2 മക്കളിൽ ഏറ്റവും ബഹുമാനിയായിട്ടുള്ളത് നാബിത്ത് എന്നവരാണ്. ഫമിൻ നസ്ലിഹി മുഹമ്മദുൻ സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നാബിത്ത് എന്നവരിലാണ്, അവരുടെ സന്താന പരമ്പരയിലൂടെയാണ് ജനിച്ചത്. അതുതന്നെയാണ് നാബിത്ത് എന്നവരുടെ മഹത്വത്തിനുള്ള നിദാനവും. ഫഹുവ ഇബ്നു ദബീഹ് ഇസ്മായിൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഹുല്ലാ എന്ന പേരിൽ വിശ്രുതനായ, അബുൽ അറബ് എന്ന പേരിൽ അറിയപ്പെട്ട, സ്ഥാന പേരുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനാണ്, പേരമകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാത്മാക്കളുടെ ഒക്കെ ബറക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രം, സത്യചരിത്രം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നോമ്പ് പിറയോട് തുറയോട് അടുത്ത സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ പഠിക്കുന്ന പാഠങ്ങൾ എല്ലാം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ദർസിനെ സഹായിക്കുന്ന, ഷർഹു സുദൂറിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ, മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, കറണ്ട് ബില്ല് ഏറ്റെടുത്തവർ, അവിടെ ചായക്കടിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നവർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഹദിയത്തും മുബാറക്കത്തായി, സവിശേഷ ഹദിയയായി, മുക്തിശാന്തിയായി ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ. നല്ലൊരു സമ്മാനമായി എത്തിക്കുമാറാകട്ടെ. ഇന്ന് ഒരു മരണവാ ദുആ ചെയ്യാൻ നമ്മോട് ഏൽപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി എന്ന് പറയുന്ന കാളിയാടൻ കുടുംബത്തിൽ നിന്ന്. അവരെ സാഫിറിൻ്റെ, അതുപോലെ തന്നെ ഫൈസൽ, അവരൊക്കെ നമ്മളെ സഹകാരികളാണ്. അവരൊക്കെ ഉപ്പ അല്ലാഹു സുബ്ഹാന, കാളിയാടൻ കുടുംബത്തിലെ മരുമകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ. ഈ ദിവസം കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.